എല്ലാവർക്കും നമസ്കാരം. കുറേ കൊല്ലങ്ങൾക്ക് മുൻപ് ഞാൻ വീടുകളിൽ ഹോം ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാമ്പത്തികമായും ഒത്തിരിയേറെ പാരമ്പര്യവുമുള്ള ഒരു വലിയ തറവാട്ട് വീട്ടിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിരുന്നു. അവിടെ ക്ലാസ് എടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ് എടുത്തിരുന്നത് BA ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്കാണ്. ആ കുട്ടിയുടെ ഒരു സഹോദരൻ ഒരുപാട് അറിവുള്ള, അതായത് അത് ഡിഗ്രി കഴിഞ്ഞു, പിന്നെ അതുപോലെ തന്നെ വേദങ്ങളും മറ്റുള്ള ജ്യോതിഷവും ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരു സഹോദരൻ ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പം പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അവരുടെ വീട്ടിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞ് പോരുമ്പോൾ ചായ കൊണ്ടുവരുന്നത് ഈ പെൺകുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ ഈ സഹോദരൻ ക്ലാസ് കഴിയുന്ന സമയത്ത് വന്ന് എൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഈ ചായ കൊണ്ടുവരുന്ന ആ സ്ത്രീയെ ഈ സഹോദരൻ ആൻറ്റി ആൻറ്റി എന്നാണ് വിളിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ രണ്ട് മക്കളുടെ അമ്മയാണ് ഈ ചായ കൊണ്ടുവരുന്നത്. പിന്നെ എന്താണാവോ ഇദ്ദേഹം ഇങ്ങനെ ആൻറ്റി എന്ന് വിളിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, അത് നിങ്ങളുടെ അമ്മയല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ അമ്മയാണ്. അപ്പോൾ അമ്മയെ എന്നിട്ട് പിന്നെ ആൻറ്റി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം പറയുവാണ്, ഇത്രയും പാണ്ഡിത്യവും അറിവുമുള്ള ഞങ്ങൾക്ക് മക്കൾക്ക് ആ അമ്മയെ അമ്മ എന്ന് വിളിക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവരുടെ കാര്യങ്ങൾ. അവരുടെ പെരുമാറ്റവും രീതിയും, ഒരു പക്വതയില്ല, ഒരു കൾച്ചറില്ല. അവർക്ക് ഒരു അമ്മ എന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ഞാൻ അവരെ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജന്മം നൽകി നമ്മളെ 10 മാസം ചുമന്ന് നമ്മുടെ മലവും മൂത്രവും കോരി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരമ്മ നമ്മളെ ഒന്ന് നടക്കാൻ പോലും പഠിപ്പിക്കുന്നത്. ആ അമ്മയ്ക്ക് സൗന്ദര്യമില്ല, സംസ്കാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ ആൻറ്റി എന്ന് വിളിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന ദുഃഖകരമായൊരവസ്ഥ ചിന്തിക്കണം.